തേരെ ഇഷ്ക് മേ എന്ന മ്യൂസിക്കൽ ആൽബം 9 ട്രാക്കുകളാണ് നിലവിലുള്ളത്. ഓൾറെഡി മിനിഞ്ഞാന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഉണ്ടായിരുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാക്സാണ് ഇത്. കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇവരുടെ ഒരു ടീം വർക്കാണ്. കാര്യം ആനന്ദ് എൽ റായും എ ആർ റഹ്മാൻ, ധനുഷ്, ഇവരുടെ ഒരു കോംബോ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത് 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ റാഞ്ചനയാണ്, അതിനുശേഷം എത്രങ്കീരെ വന്നു. ഇത് രണ്ടും മ്യൂസിക്കലി പ്രേക്ഷകർക്ക് ഒരുപാട് കൺവിൻസ് ആവുന്ന, അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുന്ന മ്യൂസിക്കൽ ആൽബം ഉള്ള സിനിമകളായതുകൊണ്ട് നമുക്ക് ഈ സിനിമകളുടെ ജോണറും ഒരു പ്രണയത്തിൻ്റെ ഒരു ഭാഷ കൈകാര്യം ചെയ്ത്, അല്ലെ ഒരു വൺ സൈഡ് ആ രീതിയിലുള്ളൊരു പ്രണയം ഫീൽ ചെയ്യുന്നതുകൊണ്ട് അത് പ്രേക്ഷകരുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത 2 സിനിമകളും ഹിറ്റായ സിനിമകളും കൂടിയാണ്. അതിൻ്റെ കണ്ടിന്യൂറ്റി വരുന്ന സിനിമയാണ് ഇതും. ഒരു റാഞ്ചനയുടെ സ്പിൻ ഓഫ് എന്നൊക്കെ പറയുന്നെങ്കിലും അത് എത്രത്തോളം ക്ലാരിറ്റി അവർ പറയുന്നില്ല. എന്നാലും അതിൻ്റെ ടൈറ്റിൽ ഒക്കെ ധനുഷിൻ്റെ ഒരു പ്രോമോ വിട്ട സമയത്ത്, അത് അവിടെ മ്യൂസിക് ഉപയോഗിച്ച സമയത്ത് റാഞ്ചനയുടെ ഒരു കുന്ദൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ ആ ഒരു BGM അവരിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇനി അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ എന്താണേലും നമുക്ക് സിനിമ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ളതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ മ്യൂസിക്കലായിട്ടുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഒരു ചർച്ച പോലെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ട്രാക്ക് എന്ന് പറയുന്നത് തേരെ ഇഷ്ക് മേ എന്ന് തന്നെ തുടങ്ങുന്ന ടൈറ്റിൽ ട്രാക്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്ന്, അത് അർജിത് സിംഗിൻ്റെ വോയിസാണ്. അർജിത് സിംഗിൻ്റെ വോയിസ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വളരെ പ്രൊഫൗണ്ടായിട്ട്, പ്രത്യേകിച്ച് സൗണ്ട്സിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു ശൈലിയുണ്ട്. അതിനെ സോൾഫുൾ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വെർസറ്റൈൽ സിംഗിങ് വരുന്നത്. കാര്യം അതിൻ്റെ ഒരു ഡെപ്ത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ ഇത് ക്യാരക്ടറിൻ്റെ ഏറ്റവും ഹെവി ആയിട്ടുള്ളൊരു പാർട്ടും കൂടെയാണ്. പ്രത്യേകിച്ച് നായക കഥാപാത്രത്തിൻ്റെ ഫീലിങ്സിൻ്റെ ഒരു എക്സ്പ്ലോസീവ് കണ്ടൻറ്റ് സോങ്സിലൂടെ ഏറ്റവും ബെസ്റ്റായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, റഹ്മാൻ സാറിൻ്റെ ഗ്രാൻഡ്വറായിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷണൽ പാറ്റേൺ ബെസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ അതിനകത്ത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പിയാനോ നോട്ട്സുകളുടെ ഒരു തുടക്കം, അത് ഒരു ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനേക്കാട്ടിലും ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് വിവാൽഡിയുടെയൊക്കെ ഒരു 4 സീസണിൽ അവർ വിൻ്ററിൽ ചെയ്ത ഒരു അതിൻ്റെ ഒരു വയലിൻ വർക്ക്സ് ഉണ്ട്. ആ വയലിൻ സാധനം ഇതിനകത്ത് ഉപയോഗിച്ച ഒരു പാറ്റേൺ ഉണ്ട്. ഇത് ഇവരുടെ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ വയലിൻ സംഭവം ഇങ്ങനെ കയറി വരുന്നൊരു എഫക്റ്റ് ഉണ്ട്. അത് ഒരു എന്നാ പറയുന്നൊരു പാട്ടിനെ അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുകളിലോട്ട് പാട്ടിനെ അവർ കൊണ്ടുവന്നെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് അവർ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലായിട്ടും മറ്റേ ഗിത്താറാണ്. ഗിത്താറ് ഒരു ജാസ് ഫ്യൂഷൻ ടൈപ്പ് ഒരു പരിപാടി അവരിട്ടിട്ടുണ്ട്. അതൊരു എന്നാ പറയുന്നത്, അതൊരു ഈ ഫ്യൂഷൻ ആണെങ്കിൽ പോലും അത് ആ സാധനത്തിന് കൊടുക്കുന്ന ഒരു ഔട്ട് ഭയങ്കരമാണ്. കാര്യം ജാസ് ഫ്യൂഷൻ എന്നൊക്കെ പറയുക, ജാസ് ഫ്യൂഷൻ റോക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ രീതിയിൽ തന്നെയുള്ള ഒരു ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് ഈ പാട്ടിനോട് ലഭിക്കുന്നുണ്ട്. ഈ പാട്ട് ഈ ആൽബത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാക്കായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ഇത് ഈ ട്രാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ കുറച്ചും കൂടെ മലയാളത്തിൻ്റെ ഒരു ദൃശ്യഭാഷയൊക്കെ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു മരം പെയ്യുന്ന പോലത്തെ ഒരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എനിക്കെങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്, അത്രയും എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു ആന്തരിക ഘടന ഈ പാട്ടിനുണ്ട്. ഇനി ഈ അടുത്തൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ടാമത്തെ പാട്ട് തേരെ ഇഷ്ക് മേ എന്ന് തന്നെ തുടങ്ങുന്ന ഫീമെയിൽ, അത് തേരെ ഫിക്ർ മേ എന്ന് പറഞ്ഞാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരുന്നത്. പക്ഷേ അത് തേരെ ഇഷ്ക് മേ എന്ന് തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ. ശില്പ റാവു പാടുന്ന പാട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ മരം പെയ്യുന്നെന്ന് പറഞ്ഞു, പക്ഷേ ഇല പൊഴിയുമ്പോൾ ഉള്ള ഒരു സ്മൂത്ത്നെസ്, അതാണ് ഈ ശില്പ റാവു പാടിയ തേരെ ഇഷ്ക് മേ എന്ന് തുടങ്ങുന്ന അടുത്ത ഗാനം. അത് ഭയങ്കര ജെൻറ്റിലായിട്ടുള്ളൊരു സോങ്ങാണ്. അതിൻ്റെ ഒരു മെലഡിയസ് ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഫ്ലോ ഓഫ് വാട്ടർ, ഒരു നദി ഒഴുകുന്നത് പോലെ, ഒരു എന്താ പറയുന്നത്, അതിനേക്കാൾ അപ്പുറം നമ്മുടെ മനസ്സിനെ അങ്ങ് നമ്മളിങ്ങനെ എന്നാ ഒരു തൂവൽ സ്പർശം പോലെയോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ജോണറിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ആദ്യത്തെ സോങ്ങിൽ പറഞ്ഞു അത് മെയിലിൻ്റെ ഒരു എക്സ്പ്ലോഷർ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഇത് സോങ്ങിൻ്റെ തന്നെ മറ്റൊരു സ്പിൻ ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആദ്യത്തെ സോങ് ശരിക്കും
തേരെ ഇഷ്കുമേ നമ്മൾ എങ്ങനെയാണ് ഒരു ആണിൻ്റെ ഭാവനയിൽ അതെങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത്. തേരെ ഇഷ്കുമേ എന്തെല്ലാമോ ചെയ്യാമോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ തേരെ ഇഷ്കുമേ ഞാൻ ജീവിക്കുന്നു എന്നുള്ള ഒരു ഫീമെയിൽ വേർഷനാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശില്പ റാവുവിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷണൽ രീതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില കയറ്റിയിറക്കങ്ങൾ ഒരു സോങ്സിലാണെങ്കിലും അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇത്, ഇപ്പോൾ ഹൈവേയിലൊക്കെയുള്ള ചില പാട്ടുകളുടെ റിസംബ്ലൻസ് നമുക്ക് ഈ പാട്ടിൽ തോന്നുമെങ്കിലും ഇടയ്ക്കിൽ ഒരു ലല്ലബി ഫീൽ കിട്ടുന്നുണ്ട്. എന്നാൽ പാട്ടിന് വേരിയൻ്റ് ആകാവുന്ന എല്ലാ രീതികളിലൂടെയും പാട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള നല്ല ഒരു ഒഴുക്കുള്ള ഒരു സോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സോങ്ങും നമുക്ക് ഓക്കെ ആയിട്ടുള്ള സോങ്ങാണ്. മൂന്നാമത്തെ സോങ് എന്ന് പറഞ്ഞാൽ ഉസേ കെഹന എന്ന് തുടങ്ങുന്ന സോങ്. ഇതാണ് ഈ ആൽബത്തിലെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്. ഈ സോങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിന് ഭയങ്കരമായ ഒരു പോയിഗ്നൻസി ഉണ്ട്. ഈ പാട്ടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീല്, ശരിക്കും നമുക്കിങ്ങനെ ഒരു ഹൃദയത്തിലൊരു സ്ട്രക്നെസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് വാക്കുകൾ പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഇടറിയ വാക്കുകളിൽ നിന്ന് വാക്കുകൾ ഇടറിക്കഴിയുമ്പോൾ ചിലപ്പോൾ ശബ്ദം വരുകയല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു ആമുഖമാണ് ഈ പാട്ടിൻ്റെത് വരുന്നത്. ഉസേ കെഹന എന്ന് തുടങ്ങുന്ന ഈ ഒരു വരി ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദില്ലി 6-ലെ ദില്ലി ദഫ്താൻ എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ആ പാട്ടിനോട് ഈ പാട്ടിൻ്റെ ഒരു ശൈലി ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഇത് എടുത്തു പറയേണ്ടത് ഒരു കാര്യം, ഇതിനകത്ത് ഈ പാട്ട് ശരിക്കും ലിറിക്കലി ഈ പാട്ട് അതിൻ്റെ ലിറിക്സ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ലിറിക്സാണ്. ആദ്യത്തെ 4 വരിയൊക്കെ സൂപ്പറാണ്. കാര്യം ഇത് കൺവെൻഷണൽ ശൈലികളെ, പ്രത്യേകിച്ച് ബോളിവുഡിലെ കൺവെൻഷണൽ ശൈലികളെ വെല്ലുന്ന ഒരു സോങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാര്യം ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് സമീപകാലത്ത് ഒരു സോങ്സിൽ ആരും അങ്ങനെ ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. കാര്യം ഇതൊരു എന്നാ പറയുന്നൊരു മാസ്റ്റർ പീസ് AR റഹ്മാൻ സാധനമായിരിക്കും. അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ അതിൻ്റെ ഓർക്കസ്ട്രേഷണൽ രീതികളിലും ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം ഒരു സ്പീഡി വേർഷനും കോറസ് സെക്ഷൻ വരുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമുക്ക്. 4ാമത്തെ സോങ് എന്ന് പറയുന്നത് ദീവാന എന്ന് തുടങ്ങുന്ന AR റഹ്മാൻ തന്നെ ആലപിച്ച ഗാനമാണ്. ഇത് നമ്മളെന്താ പറയുന്നത്, ഇതൊരു AR റഹ്മാൻ തരമാന സംഭവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാര്യം അദ്ദേഹത്തിൻ്റെ സൂഫി സോങ്സുകൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റുകൾ വേറെ ലെവലാണ്. ഇത് സൂഫി സോങ്സിനൊപ്പം തന്നെ എന്നാൽ കർണാട്ടിക് ഫീൽ ചെയ്യാം, അതിനോടൊപ്പം തന്നെ നമുക്ക് ഡിവൈൻ ഫീൽ ചെയ്യാം, അതോടൊപ്പം തന്നെ സോങ്സിൻ്റെ ഒരു ശൈലി, ഇപ്പം നമ്മൾ രാഗാസൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഇപ്പം സരിഗമപ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു റഹ്മാൻ വേർഷൻ്റെ ഒരു എക്സ്ട്രീം ഒരുപാട് വേർഷൻസുകൾ നമുക്ക് ഈ പാട്ടിനകത്ത്. കാര്യം ഈ ഇടയിൽ അങ്ങനെ ഒരു സോങ് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ ചിലപ്പം രാഗാസിൻ്റെ ചില വേർഷൻസുകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഇതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരം, പാട്ടിനെ എലവേറ്റ് ചെയ്യുന്നതും ഒരുപാട് മുകളിലാണ്. ലഡ്കി ജയ്സി എന്ന് തുടങ്ങുന്ന മറ്റൊരു ഗാനം, സുഖ്വിന്ദർ സിംഗിൻ്റെ വോയിസിലുള്ളതാണ്. ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു പഞ്ചാബി ഫ്ലേവർ യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം പഞ്ചാബി ഫ്ലേവറിൻ്റെ ഒരു ബീറ്റിങ്ങിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. അതോടൊപ്പം തന്നെ എന്നാൽ ഫോക്ക് ബേസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫോക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫോക്കിനൊപ്പം തന്നെ ജാസ്, ഗിറ്റാറ്, അല്ലെങ്കിൽ മറ്റേ ഡോല് ഒക്കെ ഉള്ള ഒരു ഫീല് കിട്ടുന്ന ഭയങ്കരം എനർജിയുള്ളൊരു സോങ്ങാണ്. ഇതെനിക്ക് തോന്നിയത് ശരിക്കും ഈ സോങ് കുറച്ചും കൂടെ മുമ്പിലൊക്കെ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഒരുപാട് വുമൺ എംപവർമെൻറ്റിന് നമുക്ക് റീൽസായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സോങ്ങായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇത് ഭാവിയിൽ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് തോന്നുന്നു. കാര്യം ലഡ്കി ജയ്സി എന്ന് പറയുന്ന വരിയുടെ ഒരു ഫ്ലുവൻസി ഭയങ്കരം ഇമ്പാക്റ്റ്ഫുള്ളായിട്ടത് വരുന്നുണ്ട്. കാര്യം അത് ഇപ്പം ഈ സോങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്തൊരു നാഗിൻ ഒരു സാധനം, ഒരു പാമ്പിൻ്റെ ഒരു ഫീല് കിട്ടുന്ന ഒരു സാധനം, പണ്ട് നമ്മുടെ നാഗിൻ ഒരു ഫീല് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ ഈ ബീറ്റുകളൊക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഒരു ചെയ്ത്. ഇതിനകത്ത് ശരിക്കും ഇൻസ്ട്രുമെൻ്റൽ ഒരു മാസ്റ്ററി റഹ്മാൻ സാറിൻ്റെ ഇതിനകത്ത് നമുക്ക് ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സാധനമാണ്.
അടുത്ത പാട്ടെന്ന് പറയുന്നത് ജിഗർടാണ്ട എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനും 2 വേർഷനുണ്ട്. ഒന്ന് ദർശൻ റാവൽ മെയിൽ സോങ്, ദർശൻ പാടിയ മെയിൽ വേർഷനും ശില്പ റാവു പാടിയ ഫീമെയിൽ വേർഷനും. ഈ ദർശൻ പാടിയ പോർഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഒരു പെപ്പി ആയിട്ടുള്ള ഒരു ഡാൻസ് ഫീല് കിട്ടുന്ന ഒരു സോങ്ങാണ്. പക്ഷേ എന്നാൽ തന്നെ ഇതിനൊരു റെട്രോ വൈബ്, പ്രത്യേകിച്ച് R.D. ബർമൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള ചില പാട്ടുകൾ ഇപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർക്കുന്ന പുക്കാറിനകത്തൊക്കെയുള്ള ഈ ബഷ്കിരനാരി അമിതാഭ് ബച്ചൻ്റെയൊക്കെ ആ ഡാൻസുള്ള സീനത്തമ്മാനൊക്കെയുള്ള ആ പാട്ടിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുണ്ട്. പക്ഷേ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. പക്ഷേ ഇതൊരു ഭയങ്കര ഫൺ ക്രിയേറ്റ് ചെയ്യുന്നൊരു സോങ്ങാണ്. അതിനോടൊപ്പം തന്നെ ഈ പാട്ടിന് ഒരു എല്ലാ രീതികളിലോട്ടും കൂടുതലായിട്ട് ഈ പാട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ മേഖലകളിലോട്ടും ഇതിൻ്റെ ഓർക്കസ്ട്രേഷണൽ രീതികളാണെങ്കിലും പാട്ടിൻ്റെ ഒരു ഫ്ലോ ഒരു പർട്ടിക്കുലർ രീതിയാണ്. കാര്യം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു കോറസിങ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം അത് കിടിലനാണ്, ഇതിനകത്തെ ഒരു എക്സെപ്ഷണലായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ കോറസ് ഉപയോഗിക്കുമ്പം റഹ്മാൻ്റെ പല ഗാനങ്ങളിലും കോറസിൻ്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിട്ടുള്ള, എന്നാൽ ഇതിനകത്ത് കോറസിൻ്റെ സെക്ഷൻസൊക്കെ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളാണ്. അതുപോലെ തന്നെ ശില്പ റാവു പാടിയ ഈ സോങ്സിൻ്റെ തന്നെ ഫീമെയിൽ വേർഷൻ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ പാട്ട് തുടങ്ങുമ്പം തന്നെ ഒരു പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്നത് ഇപ്പം തഗ് ലൈഫിലെ ഷുഗർ ബേബിയോ അല്ലെങ്കിൽ രക്ഷിത പാടിയ സോങ്ങുകളും ഒക്കെ ആയിട്ട് സാമ്യതയുള്ള സോങ്ങാണ്. പക്ഷേ എന്നാൽ ആ സോങ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റിനോടൊപ്പം തന്നെ അതിനൊരു വേഴ്സറ്റൽ ശൈലി കൊണ്ടുവരാൻ റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കിന് നമുക്ക് നന്നായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകിച്ച് കോറസ് സെക്ഷൻ ഉപയോഗിക്കുന്നതാണ്. ഈ ചില സോങ്സുകളിൽ കോറസിന് വരുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ഈ 2 പാട്ടിലും അതിൻ്റെ ഒരു നമുക്ക് നല്ല ഫീല് 2 സോങ്സുകളിലും ലഭിക്കുന്നുണ്ട്. പിന്നെ അടുത്ത സോങ് എന്ന് പറഞ്ഞാൽ ചിന്നവരെ എന്ന് തുടങ്ങുന്ന ഒരു സോങ്ങാണ്. ചിന്നവരെ സോങ്ങിൻ്റെ പ്രത്യേകത, ഈ സോങ് ആക്ച്വലി തമിഴാണ്. ഇത് ഹിന്ദി സിനിമയിൽ എങ്ങനെ വരും എന്നുള്ളതിന് കൺഫ്യൂഷനുണ്ട്. പിന്നെ ക്യാരക്ടറിൻ്റെ ഒരു ഫീലൊക്കെ വരുമ്പോൾ ചിലപ്പം ക്യാരക്ടറിനൊരു തമിഴ് സ്വഭാവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഗാനം, പ്രത്യേകിച്ച് പിതാവിൻ്റെ ഒരു ഫീലും കൂടെ കിട്ടുന്ന രീതിയിലാണ് ആ സോങ് ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ലാൽ സലാമിലെ ശങ്കർ മഹാദേവൻ പാടിയ ആ സോങ്ങിനോട് തന്നെ ഈ പാട്ടും ശങ്കർ മഹാദേവനാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു സോങ്, അതായത് റൂറൽ ഫോക്ക് ബേസ്ഡ് ആയിട്ടുള്ള പാട്ടാണ്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വൈബുണ്ട്. അതിലും കോറസ് സെക്ഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിലും കോറസിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ താളാത്മകത സോങ്സിന് ഭയങ്കര നമുക്കൊരു എടുത്തു പറയേണ്ട, പ്രത്യേകിച്ച് ശങ്കർ മഹാദേവൻ്റെ വോയിസിൻ്റെ ഒരു ശൈലി വരുമ്പോൾ അറിയാമല്ലോ. ധനുഷിൻ്റെ ഒരു പോയറ്റിക് റിട്ടേൺ ഈ സോങ്സിൽ നമുക്കറിയാൻ പറ്റും. ഈ ഓഡിയോ ലോഞ്ചും മുംബൈയിൽ നടന്നപ്പോൾ ധനുഷ് ഓൾറെഡി ഈ സോങ് പാടിയിട്ടുണ്ടായിരുന്നു. ധനുഷ് പാടിയത് കേൾക്കാനും നല്ല രസമുള്ള ഒരു സോങ്ങാണ്. അടുത്ത സോങ് ആവാരാങ്കാര. ഇത് ഫഹീം അബ്ദുള്ളയുടെ സൗണ്ടിലുള്ള മനോഹരമായ ഒരു സോങ്ങാണ്. ഒരു മിസ്റ്റിസിസം ഒക്കെ ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതിലും ഡിവൈൻ ഒരു കണ്ടൻറ്റ് നിലവിലുണ്ട്. നമ്മുടെ എടുത്തു പറയുകയാണെങ്കിൽ സുരേഷ് വടേക്കർ സാറിൻ്റെയൊക്കെ വോയിസിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. കാര്യം അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. കാര്യം ഇപ്പോൾ സദ്മയിലെ ഏ സിന്ദഗി ഗലേ ലഗ എന്നൊക്കെ പാട്ടൊക്കെ ഉള്ള നമ്മുടെ മനസ്സിലത് ഓർമ്മ വരുന്ന പാട്ടുകൾ. പക്ഷേ അതിൻ്റെ വോയിസിൻ്റെ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റേഷണൽ ശൈലികളിൽ തീർച്ചയായും വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട് AR റഹ്മാൻ. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതൊരു ഗോൾഡൻ ഏജ് ഓഫ് മെലഡിയാണ് ഈ പാട്ട്. കാര്യം ഇങ്ങനത്തെ ഒരു പാട്ട് നമുക്കൊന്നും ഈ ഇടയിൽ ഇങ്ങനത്തെ പാട്ടുകൾ, ഇപ്പോൾ പൃഥുവൊക്കെ ചിലപ്പം ചില പാട്ടുകൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ശൈലി മാറ്റം ഈ പാട്ടിന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇതൊരു ട്രാക്കിൻ്റെ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ പ്രത്യേകതയും എല്ലാം കൊണ്ട് ഈ സോങ് ഭാവിയിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു സോങ്ങാണ്. പിന്നീടുള്ള സോങ് എന്ന് പറഞ്ഞാൽ ചിന്നവരെ എന്ന് തുടങ്ങുന്ന ധനുഷ് എഴുതിയ പാട്ടാണ്. കാര്യം ധനുഷ് ഓൾറെഡി ലിറിക്ക് പോയറ്റ് ധനുഷ് എന്നാണ് തമിഴ്നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ തമിഴ് സോങ്ങായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് കൂടുതലും ക്യാരക്ടർ ബേസ്ഡ് ചെയ്ത സോങ്ങായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചിന്നവരെ എന്ന് തുടങ്ങുന്ന സോങ് എനിക്ക് പേരൻ്റൽ ഒരു ഫീല് കിട്ടുന്ന
എനിക്ക് തോന്നുന്ന ഫാദറുമായിട്ടുള്ള ഇതിൻ്റെ കഥയിൽ അങ്ങനെ ഒരു തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ മരണത്തിന് ശേഷം ആണ് പ്രണയത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് ബന്ധപ്പെട്ട് ധനുഷ് ചെല്ലുന്നത് നായികയുടെ അടുത്ത് എന്നുള്ള രീതിയിലൊരു ആദ്യത്തെ ഒരു സോങ് പ്രോമോയിലൊക്കെ വന്നു. അപ്പം ഇതിന് ചിലപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാനും സാധ്യതയുണ്ട്. കാര്യം അപ്പോൾ ആ രീതിയിൽ ഈ സോങ് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ലാൽ സലാമിലെ ശങ്കർ മഹാദേവൻ പാടിയ, ഇപ്പോഴും ശങ്കർ മഹാദേവൻ തന്നെ പാടുന്ന മറ്റൊരു ഗാനമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റൂറൽ ഓർക്കസ്ട്രേഷണൽ ഒരു അതിൻ്റെ ഒരു ഫീല് നമുക്ക് നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ സോങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഓവറോൾ ട്രാക്കുകൾ നമ്മൾ എടുക്കുമ്പോഴും 9 ട്രാക്ക് പറഞ്ഞെങ്കിലും ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു സംശയങ്ങൾ വരാം. കാര്യം ഡിഫറെൻറ്റ് ജോണേഴ്സ് ഈ ആൽബം പരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പം അത് 3 കാര്യങ്ങൾ കൂടി നമുക്ക് തോന്നുന്നത്, ഇപ്പം ഈ വർഷത്തെ ഫിലിം ഫെയറോ ഐഫയോ ഒക്കെ ഇനി അവാർഡുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മികച്ച സൗണ്ട് ട്രാക്സുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ബോളിവുഡിൽ നിന്നുള്ള 3 സൗണ്ട് ട്രാക്സിനകത്ത് ഒന്ന് സെയ്യാറായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. രണ്ടാമത്തത് ഈ മെട്രോ ഇന്ദിനോം ആയിരിക്കും. മൂന്നാമത്തെ ഇതിനകത്ത് സംശയമൊന്നുമില്ല തേരെ ഇഷ്കുമേം ആണെന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാര്യം ഇനിയിപ്പോൾ ഒരു 2 മാസമേ ഉള്ളൂ. അതിനിടയിൽ നിലവിലത്തെ ലിസ്റ്റ് അനുസരിച്ച് മ്യൂസിക്കൽ ഉള്ളൊരു ആൽബം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഷത്തെ ടോപ്പ് ചാർട്ട്സുകളിൽ ഗാനങ്ങൾ ഹിറ്റാകുമ്പോൾ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വ്യൂവർഷിപ്പിൻ്റെയൊക്കെ കൗണ്ടിങ്. കാര്യം തേരെ ഇഷ്കുമേ എന്ന സോങ് ഓൾറെഡി 100 മില്യൺ ക്രോസ് ചെയ്തു. ഉസേ കെഹന എന്ന് തുടങ്ങുന്ന സോങ് ഏകദേശം 40 മില്യൺസിന് മുകളിൽ ഇതുവരെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറഞ്ഞപ്പം വിട്ടുപോയതെന്ന് തോന്നുന്നു. അതിനകത്ത് ഉസേ കെഹന എന്ന സോങ് പാടിയിരിക്കുന്നത് നിതേഷ് അഗറും ജോനിത ഗാന്ധിയാണ്. വോയിസ് ഗംഭീരമാണ്. കാര്യം നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞായിരുന്നു, അതിൻ്റെ ഒരു ഫീല് ഒരു ഹേർട്ട് സ്ട്രക്ക് പോലത്തെ ഒരു അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു വാക്കിൻ്റെ ഔട്ട്, അതിനെ കൊടുത്തിരിക്കുന്ന ഇമ്പാക്റ്റ് ഗംഭീരമാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും തേരെ ഇഷ്കുമേ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽബമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇർഷാദ് കാമിലിൻ്റെ ലിറിക്സ്, അദ്ദേഹത്തിൻ്റെ ലിറിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത്, ലിറിക്കൽ ബ്യൂട്ടി എന്നല്ല, ലിറിക്കൽ ആക്വിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരികൾ. കാര്യം ക്രിസ്പ്, വൈബ്രൻറ്റ്, അതിൽ കുറഞ്ഞൊന്നും നമുക്ക് പറയാനില്ല. കാര്യം അത്രയും ഈ പ്രണയത്തിനൊക്കെ നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ പ്രണയത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ അവസാനം എന്ന് പറയുന്നത്, എൻ്റെ ശവകുടീരത്തിൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ചില വരികളുടെയൊക്കെ മീനിങ് ഫുൾ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ലിറിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഗംഭീരമാണ്. കാര്യം അത് ഇർഷാദ് കാമിലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട്, കാരണം അവർ ഇതിനു മുമ്പ് ചെയ്ത ആൽബങ്ങളൊക്കെ, റഹ്മാനുമായിട്ട് ചെയ്തിട്ടുള്ള ആൽബങ്ങളൊക്കെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു. അതിനുശേഷം ഈ എടുത്തു പറയേണ്ടത് ആനന്ദൽ റായ് ഡയറക്ടറാണ്. അപ്പോൾ ആനന്ദൽ റായ് സ്വാഭാവികമായിട്ടും ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ ചിത്രീകരിക്കും, ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ ഔട്ട് വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പം എങ്ങനെ നോക്കിയാലും തേരെ ഇഷ്കുമേം ഒരു സിനിമ എന്ന രീതിയിലും തീർച്ചയായും വിജയിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. അതുപോലെ തന്നെ മ്യൂസിക്കലി ARRൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഇത് റഹ്മാൻ്റെ തുടർച്ചയായ, ഇപ്പം ഹിന്ദിയിലാണെങ്കിൽ ചാവ, തമിഴിലാണെങ്കിൽ തഗ് ലൈഫ്, ഇപ്പോൾ തേരെ ഇഷ്കുമേം, ഇടയ്ക്ക് ഒരു ഹിന്ദി പടം ഉഫിയ സിയാപ്പ എന്ന് പറഞ്ഞൊരു പടവും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സൗണ്ടിന് സിനിമയിൽ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ മ്യൂസിക്കലി അല്ലാതെയൊക്കെയുള്ള സൗണ്ടുകൾ ഉപയോഗിച്ചുള്ള പടമാണ്. എനിക്ക് ആ ട്രാക്കുകളൊക്കെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ട്രാക്കും കൂടിയാണത്. ശരി, ഫൺ മൂഡുള്ള ഒരു പ്ലോട്ടായിരുന്നു. അതിൻ്റെ ഒരു രസം നമുക്കതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം എങ്ങനെ നോക്കിയാലും തേരെ ഇഷ്കുമേ തീർച്ചയായും ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാവുന്ന ആൽബമാണ്. 100% സജസ്റ്റ് ചെയ്യുന്ന ഒരു ആൽബം.